നമുക്കിന്ന് എംബർ എന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഇതിനു മുന്നേ റിയാക്ട് നോക്കിയിരുന്നു, വ്യൂ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. ടെൽറ്റ് ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കാണ്. അതുപോലെ തന്നെയുള്ളൊരു ഫ്രെയിംവർക്കാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ് എംബർ. എംബർ കൂടുതലും USA അതുപോലുള്ള യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മലയാളികൾക്കിടയിൽ അത്ര സുപരിചിതമാണോ എന്ന് എനിക്ക് അറിയില്ല. എംബർ വളരെ നല്ലൊരു ഫ്രെയിംവർക്കാണ്, വളരെ സിമ്പിളാണ്. എംബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള മിക്ക പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യുന്നൊരു ഫ്രെയിംവർക്കാണ് എംബർ. പിന്നെ ഇത് ബാറ്ററീസ് ഇൻക്ലൂഡഡ് ആണ്. ബാറ്ററീസ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക് എൻഡിൽ നോക്കുകയാണെങ്കിൽ പൈത്തോൺ അല്ലെങ്കിൽ ജാങ്കോ പോലെ വ്യൂ അല്ലെങ്കിൽ ആംഗുലർ എല്ലാം ഇതേ തരത്തിൽപ്പെട്ട ഒരു ഫ്രെയിംവർക്കുകൾ തന്നെയാണ്. എംബറിൻ്റെ CLI കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് അതിൻ്റെ ടൂള് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. എംബറിൻ്റെ ക്രിയേഷന് ആംഗുലറിൻ്റെ NG കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് പോലെ ഇല്ലെങ്കിൽ വ്യൂവിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനായിട്ടില്ല, കാരണം എല്ലാ ഫ്രെയിംവർക്കും ഏകദേശം സെയിം പാറ്റേണിൽ തന്നെയാണ് വർക്ക് ആകുന്നത്. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ബിൽറ്റ് ഇൻ റൂട്ടിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡാറ്റ ലെയർ, ഡാറ്റാ ബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലെയറാണ് ഡാറ്റ ലെയർ. ടെസ്റ്റിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ഹൈ പെർഫോമൻസ് ആണ്. എല്ലാ ഫ്രെയിംവർക്കും ഇത് തന്നെ പറയുന്നത്, അവരും ഹൈ പെർഫോമൻസ് ആണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷനാണ് തരുന്നത്, അല്ലാണ്ട് ഇതിൻ്റെ കീറി മുറിച്ച് അനലൈസ് ചെയ്ത് ഇതിൻ്റെ ഇതാണോ ബെറ്റർ, വ്യൂ ആണോ ബെറ്റർ, അങ്ങനെയുള്ള നോളജൊന്നും എനിക്കില്ല. ഞാൻ ജസ്റ്റ് ഓരോന്നും പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വീഡിയോ ആക്കി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഉപകാരപ്പെടുന്നവർക്ക് ഉപകരിക്കട്ടെ, അല്ലാത്തവർ ഇഗ്നോർ ചെയ്യുക, ആവശ്യമില്ലാത്തവർ ഇഗ്നോർ ചെയ്യുക, കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരുടെ ഒരു ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി, ഡെവലപ്പേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഡെവലപ്പർ കമ്മ്യൂണിറ്റി ഉള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് ലൈബ്രറിയാണ് എംബർ. ഓക്കെ, നമുക്ക് എംബറിൻ്റെ നേരെ ഇൻസ്റ്റലേഷനിലേക്ക് പോവാം. ഇൻസ്റ്റലേഷൻ ചെയ്യണം, ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എംബർ JS ഗൈഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡോക്യുമെൻറ്റേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഗെറ്റിംഗ് സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ എംബർ CLI കുറിച്ച് പറഞ്ഞ കമ്പോണൻറ്റ് ബേസ്ഡ് ആണ്. എല്ലാ ഫ്രണ്ട് എൻഡ് ലൈബ്രറികളെയും അല്ലെങ്കിൽ ഫ്രെയിംവർക്കുകളെയും പോലെ തന്നെ ഇതൊരു കമ്പോണൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്കാണ്. റൗട്ടിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർവീസസ്, അതായത് ഡിപ്പെൻഡൻസി, നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സർവീസുകൾ, ഡാറ്റാബേസുമായിട്ടുള്ള സർവീസ് ഉണ്ടാകുമായിരിക്കും. അതുപോലുള്ള സർവീസുകളെല്ലാം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടെ സ്റ്റേറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസസ് എല്ലാം സപ്പോർട്ട് ബിൽറ്റ് ആണ്. എംബർ ഡാറ്റ, ഇത് നേരത്തെ പറഞ്ഞു, എംബർ ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ ആക്സസ് ലെയറാണ്. എംബറിൻ്റെ ഇൻസ്പെക്ടർ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിന് വ്യൂ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ റിയാക്റ്റിൻ്റെ പോലെ എംബറിൻ്റെ ഇൻസ്പെക്ടർ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡീബഗിങ്, പ്രോസസ് ഫ്ലോ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ക്വിക്ക് സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ എംബർ ഇൻസ്റ്റാൾ ചെയ്യാം. എംബർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് NPMൻ്റെ ആവശ്യമുണ്ട്. Node.js, ഫ്രണ്ട് എൻഡ് ലൈബ്രറികളും ഫ്രെയിംവർക്കുകളും വർക്ക് ചെയ്യുന്ന പോലെ Node.js ജാവാസ്ക്രിപ്റ്റിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറികളല്ലാത്ത എല്ലാം Node.js യൂസ് ചെയ്തിട്ടാണ്. P5.js ഇല്ലെങ്കിൽ അതുപോലെ jQuery ഇതുപോലുള്ള ലൈബ്രറികളൊക്കെ നമുക്ക് ഡയറക്റ്റ് CDN യൂസ് ചെയ്തിട്ട് വ്യൂവും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ ആംഗുലറോ അല്ലെങ്കിൽ എംബറോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. നോഡും NPM ആവശ്യമുണ്ട്. നോഡിൻ്റെ 14 കറണ്ട് റിലീസ് വന്നിട്ടുണ്ട്, നോഡ് വേർഷൻ 14. ഇത് ലോങ് ടൈം സപ്പോർട്ടുള്ള
സ്റ്റേബിളായിട്ടുള്ള റിലീസാണ്. ഇത് റീസെൻറ്റ് റിലീസാണ്. കുറച്ച് ചേഞ്ചസ് ഉണ്ട്. 14 ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ NPM നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവും. നോഡ് പാക്കേജ് മാനേജറാണ്. NPM യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എംബർ ഇൻസ്റ്റാൾ ഗ്ലോബലി -G എന്ന് പറയുന്ന ഫ്ലാഗ് യൂസ് ചെയ്യുന്ന ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് എംബർ CLI ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എംബറിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്രിയേറ്റിംഗ് എ ന്യൂ ആപ്ലിക്കേഷൻ CLI യൂസ് ചെയ്ത് എംബർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എംബർ ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ ഡിപ്പെൻഡൻസിയും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ എംബർ ആപ്പ് എന്ന പേരിലുള്ള എംബർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ടെർമിനൽ ചേഞ്ച് ചെയ്യാം. ഇനി npm സ്റ്റാർട്ട് അല്ലെങ്കിൽ എംബർ സെർവ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്ത് npm സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന് മുന്നേ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കോഡ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ VS കോഡാണ് യൂസ് ചെയ്യുന്നത്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. വളരെ നല്ലൊരു എഡിറ്ററാണ്, വളരെ സിമ്പിളാണ്. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് ഇപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം npm സ്റ്റാർട്ട് കമാൻഡ് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. ബിഹൈൻഡ് ദ സീൻ npm സ്റ്റാർട്ട് റൺ ചെയ്യുന്നത് അതൊരു സ്ക്രിപ്റ്റ് ആണല്ലോ. ആ സ്ക്രിപ്റ്റ് കോൾ ചെയ്യുന്നത് എംബർ സെർവ് എന്ന് പറയുന്ന കമാൻഡിനെയാണ്. ഡയറക്റ്റ് എംബർ സെർവ് റൺ ചെയ്താലും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, HTTP 4200 എന്ന് പറയുന്ന പോർട്ടിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് എംബറിൻ്റെ വെൽക്കം പേജ്. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയ 1-2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം വരുന്ന വീഡിയോകളിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഒരു എംബർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. package.json എല്ലാ നോഡ് ആപ്ലിക്കേഷനെയും പോലെ ഇതിനുകൊണ്ട് package.json സെറ്റിംഗ്സ് ഫയലാണ്. npm സ്ക്രിപ്റ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡൻസീസ് ഇതെല്ലാം ഡിപ്പെൻഡൻറ്റ് ഫയലുകളാണ് എംബറിന് വേണ്ടിയിട്ടുള്ള. ലോഗ് ഫയൽ, CLIയുടെ സെറ്റിങ്സ്, ടെംപ്ലേറ്റ് സെറ്റിങ്സ്, കമൻസ് ആർ നോട്ട് പെർമിറ്റഡ് ഇൻ ജെയ്സൺ ഫയലിൻ്റെ അകത്ത് കമൻസ് പെർമിറ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു എററാണ്. അതൊക്കെ ഇഗ്നോർ ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. വെൻഡർ ഫോൾഡറുണ്ട്, ഒരു ടെസ്റ്റ് ഫോൾഡറുണ്ട്, പിന്നെ പബ്ലിക് ഫോൾഡറുണ്ട്. കോൺഫിഗറേഷൻ ഫയൽസ്, എൻവയറോൺമെൻറ്റ് കോൺഫിഗറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന environment.js എന്ന് പറയുന്നൊരു ഫയലുണ്ട്. ഇതിലാണ് നമ്മുടെ എൻവയറോൺമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫിഗറേഷൻസ് കീപ്പ് ചെയ്യുന്നത്. ഇത് നോഡ് മൊഡ്യൂൾസ് ഫോൾഡറാണ്. നോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എംബറിന് ആവശ്യമായുള്ള നോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫയലുകളും, എല്ലാ ലൈബ്രറികളും, എല്ലാ പാക്കേജുകളും ഇതിൻ്റെ അകത്തായിരിക്കും. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡറാണ്. ഇതാണ് നമുക്കിപ്പോൾ ഈ പേജ് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഒരു എംബർ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് സെർവർ യൂസ് ചെയ്തിട്ടാണ്. ഡെവലപ്മെൻറ്റ് സെർവർ റൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡർ സ്റ്റാർട്ടാകുകയും ക്രിയേറ്റ് ആകുകയും അതിൻ്റെ അകത്തേക്ക് എംബർ എന്ന് പറയുന്ന ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റ് ആണ്. ആ സിംഗിൾ പേജ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡറിലേക്ക് മാറ്റും. നമ്മൾ പ്രൊഡക്ഷൻ വേർഷനിലാണ് റൺ ആക്കുന്നതെങ്കിൽ ഇത് ഡെവലപ്മെൻറ്റ് വേർഷൻ ഉള്ളതിനേക്കാൾ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡർ ആയിരിക്കും പിന്നീട് ലഭിക്കുക. ഇത് എംബറിൻ്റെ ഹോം പേജിൽ കാണുന്ന ഇമേജാണ്. അസറ്റ്സ് ഫോൾഡറുണ്ട്. ഈ HTML ഫയലാണ് എപ്പോഴും ഇത് സെർവ് ചെയ്യുന്നത്. നമ്മുടെ ആ ഫോൾഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഫോൾഡറിലാണ് എംബർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്.
ഒരു റൗട്ടർ അല്ലെങ്കിൽ router.js ഫയലുണ്ട്. ഇതാണ് ബേസ് റൂട്ടിങ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതാണ് മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് app.js. HTML ആണ് സെർവ് ചെയ്യുന്നത്. ഈ HTML പേജാണ് ആപ്ലിക്കേഷൻ റൺ ആകുമ്പോഴത്തേക്കും സെർവ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ്സ് ഫോൾഡറിലാണ് ഹാൻഡിൽ ബാർസ് ഫയൽ, ടെംപ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലുകൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ ബാർസ് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് എഞ്ചിനാണ്. എംബർ യൂസ് ചെയ്യുന്നത് ഹാൻഡിൽ ബാർസ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് എഞ്ചിനാണ്. സ്റ്റൈൽ ഫോൾഡർ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറസ്പോണ്ടിങ് സ്റ്റൈൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൾഡറാണ്. റൂട്ട്സ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റൂട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൾഡറാണ്. ഇതെല്ലാം ഓട്ടോ ജനറേറ്റ് ആണ്. മോഡൽ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഡാറ്റ മോഡൽ ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഫോൾഡറാണ്. ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ലൈബ്രറികളോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡുകളോ ഫങ്ഷൻസോ അതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്റ്റോർ ചെയ്യുന്ന ഫോൾഡറാണ്. കൺട്രോളേഴ്സ് ആപ്ലിക്കേഷൻ കൺട്രോളറായിട്ടുള്ള ഇതൊരു എംബർ എന്ന് പറയുന്ന ഒരു MEC മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻ്റ് ആണ്. കമ്പോണൻസ് ഫോൾഡർ അതുപോലെ തന്നെ വ്യൂ അല്ലെങ്കിൽ ആങ്കറിലുള്ള പോലെ തന്നെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് എല്ലാ സിംഗിൾ പേജ് ആപ്ലിക്കേഷനിലെ പോലെ തന്നെ ഇതിനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കമ്പോണൻസ് സ്റ്റോർ ചെയ്യുന്ന ഫോൾഡറാണ്, കീപ്പ് ചെയ്യുന്ന ഫോൾഡറാണ്. ഇതെല്ലാം ഓട്ടോ ജനറേറ്റർ ഫോൾഡറുകളാണ്. നമുക്ക് ഈ application.hbs നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത് ഈ ഫോൾഡറുകളിലുള്ള ഫയലുകളെയാണ്. index.html ഫയൽ അത് നമ്മുടെ ബേസ് ഇൻഡെക്സ് HTML ഫയലാണ്. വെൽക്കം മെസ്സേജ് ഡിലീറ്റ് ചെയ്യാം. ഈ ഡബിൾ കർലി ഔട്ട്ലെറ്റിലേക്കാണ് നമ്മുടെ ഇനി വരുന്ന പേജുകളെല്ലാം. ഇതാണ് മാസ്റ്റർ ആപ്ലിക്കേഷൻ പേജ്. ഹാൻഡിൽ ബാർസ് ഫയലാണ് HBS. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ പേജുകളും ഓരോ യൂസർ ഇൻ്റർഫേസുകളും പ്ലഗ് ചെയ്യുന്നത് ഈ ഫയലിലേക്കാണ്, ഈ HBS ഈ ടെംപ്ലേറ്റിലേക്കാണ്. ആപ്ലിക്കേഷൻ empty ആയിരിക്കുകയാണെങ്കിൽ നമുക്കൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യാം. പീപ്പിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പീപ്പിൾ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് റെൻഡർ ആയിരിക്കുകയാണ്. പീപ്പിൾ ട്രാക്കർ എന്ന് പറയുന്ന നമ്മൾ ആഡ് ചെയ്ത H1 റെൻഡർ ആയിരിക്കുകയാണ്. നമുക്കൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഒരു പീപ്പിൾ ട്രാക്കർ ഒരു സിമ്പിൾ ജസ്റ്റ് ഇതിൻ്റെ ഫ്യൂ ഫങ്ഷനാലിറ്റീസ് ഡിസ്പ്ലേ കാണിക്കാനായിട്ടുള്ള ഷോ ചെയ്യാനായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എംബർ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് എന്ന് പറയുന്ന കീവേഡും എന്താണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു റൂട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്, സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന റൂട്ട്. അപ്പോൾ നമ്മളിവിടെ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ഒന്നുമില്ല, നമുക്ക് സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് ഇല്ല. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ബാക്റ്റിക്ക് ഇപ്പോൾ പ്രസ് ചെയ്ത് കൺട്രോൾ ബാക്റ്റിക്ക് പ്രസ് ചെയ്ത് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. പേസ്റ്റ് ചെയ്യുക എംബർ ജനറേറ്റ് റൂട്ട് സയൻറ്റിസ്റ്റ്. ഇത് നമ്മുടെ റൂട്ട് ഫോൾഡറിൽ ഒരു സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യും. ഇത് സയൻറ്റിസ്റ്റ് റൂട്ട് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെംപ്ലേറ്റിൽ നമുക്കൊരു പുതിയൊരു ടെംപ്ലേറ്റ് ഫയൽ കൂടി HBS ഹാൻഡിൽ ബാർസിൻ്റെ ടെംപ്ലേറ്റ് ഫയൽ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് സയൻറ്റിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ടാണ്, ടെംപ്ലേറ്റ് ആണ്. ലിസ്റ്റ് ഓഫ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ സയൻറ്റിസ്റ്റ് HBSൽ. ഓക്കെ, നമ്മുടെ സയൻറ്റിസ്റ്റ് റൂട്ടിൽ നോർമൽ മെയിൻ റൂട്ട് ഹോം പേജ്, അതിൽ സയൻറ്റിസ്റ്റ് ഡിസ്പ്ലേ ആക്കണമെങ്കിൽ സയൻറ്റിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് സയൻറ്റിസ്റ്റ് ഇവിടെ ഷോ ചെയ്യും. ലിസ്റ്റ് ഓഫ് സയൻറ്റിസ്റ്റിൽ കൊടുത്തുന്ന ഈ പേജിൽ കൊടുക്കുന്ന എന്താണോ കണ്ടന്റ് ഉള്ളത് അതവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സയൻറ്റിസ്റ്റ് ഫോൾഡറിൽ സപ്പോസ് നമുക്ക് ഇത് വേറൊരു തരത്തിലും ചെയ്യാൻ പറ്റും. RESTful API യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് CRUD ആപ്ലിക്കേഷൻസ്, അതായത് നമുക്കൊരു എക്സ്പ്രസിൻ്റെ ഒരു REST API ഉണ്ടെന്ന് വെച്ചാൽ എക്സ്പ്രസ്സോ ജാങ്കോയോ ഫ്ലാസ്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, ബാക്ക് എൻഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു REST API ഉണ്ട്.
അതിൻ്റെ അകത്തേക്ക് അപ്പോൾ നമ്മൾ കറണ്ട് ആപ്ലിക്കേഷനിൽ എല്ലാത്തിനും ഡിസ്പ്ലേ ചെയ്യിക്കുക, ഒന്നിനെ ഡിലീറ്റ് ചെയ്യിക്കുക, ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ടുള്ള പേജസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു പേജ് സയൻറ്റിസ്റ്റിലെ എല്ലാ സയൻറ്റിസ്റ്റിനും ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടുള്ള ഓൾ എന്ന് പറയുന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ആകുന്നില്ല. അത് ക്രിയേറ്റ് ആകാത്തത് നമ്മൾ ഓളിന് വേണ്ടിയിട്ടുള്ളൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സയൻറ്റിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടൊരു റൂട്ട് ജനറേറ്റ് ചെയ്യുക. എംബർ ജനറേറ്റ് റൂട്ട് സയൻറ്റിസ്റ്റ് ഓൾ. ഇൻഡിവിജ്വൽ ഡൈനാമിക് ആയിട്ട് കാണിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സയൻറ്റിസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഓൾ എന്ന് പറഞ്ഞിട്ട് HPS ഹാൻഡിൽ ബാഴ്സിൻ്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ HPS പ്ലഗ് ചെയ്യുന്നത് ഈ ഔട്ട്ലെറ്റിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സയൻറ്റിസ്റ്റിൻ്റെ ലിസ്റ്റ് ഓഫ് സയൻറ്റിസ്റ്റിലുള്ള ഔട്ട്ലെറ്റ് ബോഡിയിൽ പ്ലഗ് ചെയ്യേണ്ട സാധനം വരുന്നത് ഇവിടെ നിന്നായിരിക്കും. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് അത് റെൻഡർ ആയിരിക്കുകയാണ്. സയൻറ്റിസ്റ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് അവരുടെ ഓൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട്, ഈ റൂട്ട് വളരെ നീറ്റായിട്ടുള്ള റൗട്ടിംഗ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, വളരെ നീറ്റായിട്ടുള്ള റൂട്ട് യൂസ് ചെയ്തുകൊണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഈ സയൻറ്റിസ്റ്റ് റൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഡാറ്റാബേസ്, ഒരു ഡാറ്റ സപ്ലൈ ചെയ്യാം. അതിന് മോഡൽ ആഡ് ചെയ്യാം. ഈ മോഡലിപ്പോൾ സയൻറ്റിസ്റ്റ് HBSലേക്ക് ടെംപ്ലേറ്റിലേക്ക് നമ്മുടെ ഡാറ്റ മോഡൽ ഇങ്ങനെ നമുക്കൊരു ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ മോഡൽ റിട്രീവ് ചെയ്ത് ആ മോഡൽ എന്ന് പറഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു അറേ ഓഫ് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു. ആ സ്ട്രിങ് അറേയാണ് നമ്മൾ മോഡൽ വെച്ചിട്ട് റിട്ടേൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സയൻറ്റിസ്റ്റിൽ പോയിട്ട് ഇത് HBS ഹാൻഡിൽ ബാഴ്സിൻ്റെ ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് #each എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതിനെ എൻഡ് ചെയ്യുന്നു. UL ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഡാറ്റ നമ്മുടെ മോഡൽ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സയൻറ്റിസ്റ്റിൽ നിന്നും ഇവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ്. ഈ ഡാറ്റയെ ഒരു ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്ത് സയൻറ്റിസ്റ്റ് എന്ന വേരിയബിളിലേക്ക് ഓരോ സ്ട്രിങ്ങിനെയും പാസ് ചെയ്യിക്കുന്നു. ഓരോ സയൻറ്റിസ്റ്റ് നെയിമിനെയും സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നു. അതിനെ ഒരു ലിസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഔട്ട്ലെറ്റ് ഇവിടെ ആവശ്യമില്ല നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് വേറൊന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് വേറൊരു പേജിൽ നിന്ന് നമ്മൾ ഓൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ഇത് യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പേജിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, ലിസ്റ്റ് ഓഫ് സയൻറ്റിസ്റ്റിൽ നമ്മുടെ ഓരോ സയൻറ്റിസ്റ്റിൻ്റെ നമ്മൾ ആ ലിസ്റ്റിൽ നിന്നും പാസ് ചെയ്ത നമ്മുടെ ഡാറ്റ മോഡലിൽ നിന്നും പാസ് ചെയ്ത റിട്ടേൺ ചെയ്ത ആ ലിസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു കമ്പോണൻറ്റ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഓക്കെ, നമ്മുടെ സയൻറ്റിസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ സയൻറ്റിസ്റ്റിനെ ഓരോന്നിനെയും ഡിസ്പ്ലേ ചെയ്യിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു കമ്പോണൻറ്റിലേക്ക് പാസ് ചെയ്യാം. ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് കൊണ്ടുവരാം. ആ കമ്പോണൻറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ഡാറ്റ അവിടെ നിന്ന് പാസ് ചെയ്ത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ പാസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന ഈ സെയിം കോഡുകളെല്ലാം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മറ്റേ പേജിലും ജനറേറ്റ് ചെയ്യണം. അതിന് പകരം നമുക്കൊരു കമ്പോണൻറ്റ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലുള്ളൊരു കമ്പോണൻറ്റ്, ഒരു ജനറിക് ആയിട്ടുള്ളൊരു ഇതാണ് പീപ്പിൾ ലിസ്റ്റ്. അതിൽ നമുക്ക് വേണമെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ ഇൻപുട്ടും ഡാറ്റയും ഫീഡ് ചെയ്യാം, അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റയും ഫീഡ് ചെയ്യാം. അങ്ങനെ ഒരു സെയിം കമ്പോണൻറ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ എങ്ങനെ റെൻഡർ ചെയ്യിക്കാമെന്നുള്ളത് നോക്കാം. ആദ്യമേ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ എംബർ ആപ്ലിക്കേഷനിൽ ഒരു കമ്പോണൻറ്റ് ജനറേറ്റ് ചെയ്യും. കമ്പോണൻറ്റ് ഫോൾഡർ നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിലൊരു പീപ്പിൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ ബാർ
ക്രിയേറ്റ് ആയിരിക്കണം. ഇത് ഈൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ മറ്റേത് ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് ഡാറ്റ പാസ് ചെയ്ത് ഈ HBSനെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ആ നമ്മുടെ കമ്പോണൻറ്റ് ജനറേറ്റഡ് കമ്പോണൻറ്റിനൊരു ടൈറ്റിൽ കൊടുക്കാം. ഇതൊരു ജനറിക് കമ്പോണൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹെഡിങ് ഡൈനാമിക് ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഈ ടൈറ്റിൽ എപ്പോഴും നമുക്ക് പല റൗട്ടിനും ഡിഫറെൻ്റ് ആയിട്ടാണ് വേണ്ടത്. പിന്നെ അടുത്തൊരു UL ടാഗ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത UL ടാഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതൊരു ജനറിക് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറയുന്ന ഒരു നെയിമാണ്. ഇപ്പോൾ സയൻറ്റിസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാലും പീപ്പിൾ എന്ന് പറഞ്ഞു തന്നെ വരും, സ്റ്റുഡൻസ് പാസ് ചെയ്താലും പീപ്പിൾ എന്ന് തന്നെ പറഞ്ഞു. അത് പേഴ്സൺ വേരിയബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എങ്ങനെയാണ് നേരത്തെ ബേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിച്ചത് അതുപോലെ തന്നെ ഇവിടെയും ചെയ്യിക്കാം. ഇതും ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റയാണ്. ഇനി നമ്മുടെ സയൻറ്റിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫുള്ള് കമൻറ്റ് ചെയ്യുക. നമ്മൾ പീപ്പിൾ കമ്പോണൻറ്റ് മാത്രം യൂസ് ചെയ്യുക. പീപ്പിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത് ഇനിയിപ്പോൾ കമ്പോണൻ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പീപ്പിൾ ലിസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പാസ് ചെയ്യേണ്ടത് ടൈറ്റിൽ എന്ന് പറയുന്ന വേരിയബിൾ. ടൈറ്റിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പാസ് ചെയ്യേണ്ടത് നമ്മൾ എന്താണോ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ, അതാണ് ലിസ്റ്റ് ഓഫ് സയൻറ്റിസ്റ്റ്. ആ കമ്പോണൻറ്റിൽ എന്താണോ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മളൊരു @people എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു, ഒരു പ്രോപ്സ് കൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിലേക്ക് പാസ് ചെയ്യേണ്ടത് നമുക്ക് ഇൻകമിങ് വരുന്ന മോഡൽ ഡാറ്റയാണ്. ഈ ഡാറ്റ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം നമുക്ക് ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്കിനിയൊരു സ്റ്റുഡൻസിൻ്റെ റൂട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ റൗട്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ മോഡൽ സ്റ്റുഡൻസിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഡാറ്റ ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഹാർഡ് കോഡഡ് ഡാറ്റ. ഒരു ഡാറ്റാബേസ്, ഒരു ടെമ്പററി ഡമ്മി നെയിം അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ അറേയെ നമുക്കിനി സ്റ്റുഡൻസിൻ്റെ ഒരു പീപ്പിൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഇത് ക്രിയേറ്റ് ചെയ്യാം സ്റ്റുഡൻസിൽ. പീപ്പിൾ ലിസ്റ്റ് കമ്പോണൻറ്റ് തന്നെ നമ്മൾ കോൾ ചെയ്തിരിക്കുകയാണ്. ലിസ്റ്റ് ഓഫ് സയൻറ്റിസ്റ്റിന് എന്ന് പറയാം സ്റ്റുഡൻസ് ആക്കുക. കാരണം നമ്മുടെ ഹെഡിങ് അതാണ്. നമ്മൾ കൊടുക്കുന്ന പീപ്പിൾ എന്ന് പറയുന്നത് മോഡൽ തന്നെയാണ്. കാരണം സെയിം ഡാറ്റ തന്നെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സെയിം ഡാറ്റ അല്ല, സ്റ്റുഡൻസിൽ നിന്ന് വരുന്ന സെയിം ഡാറ്റ നെയിം തന്നെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മോഡൽ. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റിലും മോഡൽ ഡാറ്റ നെയിം മോഡൽ തന്നെയായിരുന്നു. സ്റ്റുഡൻസിലും അത് തന്നെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് ചെക്ക് ചെയ്താലോ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും റെൻഡർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരേ ഇതിൽ തന്നെ സയൻറ്റിസ്റ്റിൻ്റെ ലിസ്റ്റും റെൻഡർ ആവുന്നുണ്ട്. സയൻറ്റിസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ ലിസ്റ്റ് റെൻഡർ ആവും. സ്റ്റുഡൻസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് റെൻഡർ ആവും. പീപ്പിൾ ട്രാക്കർ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നെയിം. സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും സയൻറ്റിസ്റ്റിൻ്റെ ലിസ്റ്റും കോൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് ജസ്റ്റ് ഇത് വെറുതെ UI ഡിസ്പ്ലേ ചെയ്യിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇതിനൊരു ആക്ഷൻ, ക്ലിക്ക് ആക്ഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിനെ ഈ ഓരോ LIയെ നമുക്കൊരു ബട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ റെൻഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബട്ടൺ, സയൻറ്റിസ്റ്റിലാണെങ്കിലും സെയിം ബട്ടൺ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിക്ക് ഇവൻ്റ് ഹാൻഡലർ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മുടെ കമ്പോണൻസിൽ സെയിം നെയിമിൽ തന്നെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടാക്കാം.
ആ ജാവാസ്ക്രിപ്റ്റ് ഫയലിലേക്ക് നമ്മൾ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആക്ഷൻ അറ്റ് ഗ്ലിമ്മർ കമ്പോണൻസിൽ നിന്ന് കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അറ്റ് എംബർ ഒബ്ജക്റ്റിൽ നിന്ന് ആക്ഷൻ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരു പീപ്പിൾ ലിസ്റ്റ് കമ്പോണൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അത് കമ്പോണൻ്റ് എന്ന് പറയുന്ന നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കമ്പോണൻ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ആക്ഷനാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്ന എന്ത് ആക്ഷനാണോ ഹാൻഡിൽ ബാർസ് ടെംപ്ലേറ്റിൽ നമ്മൾ മാപ്പ് ചെയ്യുന്ന കമ്പോണൻസിൽ എന്ത് ആക്ഷനാണോ നമ്മൾ മാപ്പ് ചെയ്യുന്നത് ആ ആക്ഷനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ആക്ഷനിൽ ഉള്ള മെത്തേഡ് ആണ് ഇവിടെ കോൾ ചെയ്യുന്നത്. ഇതൊരു ലൂസ്ലി കപ്പിൾഡ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനാണ്. അത് അറ്റ് ആക്ഷൻ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഷോ പേഴ്സൺ എന്ന് പറയുന്ന ഫങ്ഷനെ ഈ ആക്ഷനുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഷോ പേഴ്സൺ ഒരു ആർഗ്യുമെൻ്റ് എടുക്കുന്നുണ്ട്, പേഴ്സൺ ആർഗ്യുമെൻ്റ് എടുക്കുന്നുണ്ട്. അതിൽ അലർട്ട്, ഇത് ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ APIയിലുള്ള അലർട്ട് എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റ് മെത്തേഡിനെ കോൾ ചെയ്യും. ഇനി ഈ ഷോ പേഴ്സൺ എന്ന് പറയുന്ന മെത്തേഡിനെ നമ്മളിവിടെ ലിങ്ക് ചെയ്തിട്ടില്ല, കാരണം ബട്ടണ് ഒരു ക്ലിക്ക് ആക്ഷൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. നമുക്ക് ആ ക്ലിക്ക് ആക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടണിൽ ആട്രിബ്യൂട്ടിൽ ഡബിൾ കർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം ഓൺ എന്ന് പറയുന്നത് ഏത് ആക്ഷനാണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ്. ഓൺ യൂസ് ചെയ്യുക. ക്ലിക്ക് എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ കൊടുക്കുക എന്താണ് ആക്ഷൻ എന്നുള്ളത്. ദിസ് ഡോട്ട് ഷോ പേഴ്സൺ ഇതിൻ്റെ കമ്പോണൻറ്റിൽ നമ്മൾ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ കമ്പോണൻറ്റ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷോ പേഴ്സൺ എന്ന് പറയുന്ന മെത്തേഡിനെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബട്ടണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇപ്പോൾ സേവ് ചെയ്യുക. ഇനി നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരു മൗസ് ഇവൻറ്റ് ട്രിഗർ ആയിട്ടുണ്ട്, അലർട്ട് ബോക്സ് ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ദ പേഴ്സൺസ് നെയിം ഈസ് ഒബ്ജക്റ്റ് മൗസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഒബ്ജക്റ്റിൻ്റെ ടൈപ്പാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പേഴ്സണിൻ്റെ ഡാറ്റ കാണിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പേഴ്സൺ ഡാറ്റയെ ഇതുവരെ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്തിട്ടില്ല. ആ പേഴ്സൺ ഡാറ്റയെ പാസ് ചെയ്തെങ്കിൽ മാത്രമേ. നമുക്ക് വേറൊരു കേസ് നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾ ലിസ്റ്റിൽ ആ ഇവൻറ്റ് മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ്സാകുന്നുള്ളൂ. അല്ലാണ്ട് ആ പേഴ്സൻ്റെ ഡാറ്റ ഇതുവരെയും പാസ്സായിട്ടില്ല. ഒരു ഇവൻറ്റ് വരുന്നത് ആ ഇവൻറ്റിനെയാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. നമുക്ക് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പേഴ്സൺ എന്ന് പറയുന്ന ഡാറ്റ കൂടി പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓൺ ക്ലിക്കിൽ ഇതൊരു ഫങ്ഷൻ ആണെന്ന് കോൾ ചെയ്യുന്ന ഇതൊരു ഫങ്ഷനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളത് അതും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ദിസ് ഡോട്ട് ഷോ പേഴ്സൺ, അതിലേക്ക് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ഫങ്ഷനാണ് ഇത്. ഈ ഫങ്ഷനിലേക്ക് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ഡാറ്റയെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനിലും ചെറിയൊരു ചേഞ്ച് നമ്മൾ വരുത്തിയായിരുന്നു. ടാർഗറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ അതിനില്ല, ആ ഒബ്ജക്റ്റിനില്ല. ഇപ്പോൾ ഡയറക്റ്റ് പേഴ്സൺ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റുഡൻസിൽ പോയി കഴിഞ്ഞാൽ ഈ സെയിം ഫങ്ഷൻസ് ഇതിനും അപ്ലൈ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ വേർഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ചെയ്തതിന് ശേഷം നെറ്റ്ലിഫൈയിലേക്ക് എങ്ങനെയാണ് സ്റ്റാറ്റിക് സൈറ്റ് ഹോസ്റ്റിംഗ് വെബ്സൈറ്റായ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡറായ നെറ്റ്ലിഫൈയിലേക്ക് എങ്ങനെ ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ലൈവിൽ കൊണ്ടുവരാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ ലൈവിൽ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അതിനായി ആദ്യമേ ഇതിലൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് വരുത്താം. നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. മാനുവലി ഹാർഡ് കോഡഡ് ലിങ്ക്സ് അല്ലേ നമ്മൾ URL യൂസ് ചെയ്ത്. അതിന് പകരം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു ചപ്പടാച്ചി ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആങ്കർ ടാഗ് hrefൻ്റെ ആവശ്യമില്ല. ലിങ്ക് ടു നമ്മുടെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റാണ് നമ്മുടെ റൂട്ട്.
ഒന്നാമത്തെ റൂട്ട് സയൻറ്റിസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ലിങ്ക് ടു ക്ലോസ് ചെയ്യണം. ഇതേപോലെ തന്നെ അടുത്ത റൗട്ടിൽ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. സയൻറ്റിസ്റ്റിലേക്കും സ്റ്റുഡൻസിലേക്കും റൂട്ട് ചേഞ്ച് ആക്കാനായിട്ടുള്ള ഹോം പേജിലൊന്നുമില്ല. സയൻറ്റിസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന 2 ലിങ്ക് ഉണ്ട്. സയൻറ്റിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റിലേക്ക് പോകും, സയൻറ്റിസ്റ്റിൻ്റെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പേജിലേക്ക് പോകും, സ്റ്റുഡൻസിൻ്റെ കമ്പോണൻസ് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഇതിനെ നമുക്ക് ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യാനായി ബിൽഡ് എൻവയറോൺമെൻറ്റ് നമ്മൾ പ്രൊഡക്ഷനാക്കി കൊടുത്തിട്ട് ബിൽഡ് കമാൻഡ് റൺ ചെയ്യും. അപ്പോൾ ഈ ബിൽഡ് ഫോൾഡർ നോക്കി കഴിഞ്ഞാൽ ഡിസ്റ്റ് ഫോൾഡറിൽ എംബർ വെൽക്കം പേജൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചേഞ്ച് ആകും. ബിൽഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡായിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ഫോൾഡർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ് പേജ്, പിന്നെ അസറ്റ് ഫോൾഡറിൽ നമ്മുടെ കുറച്ച്. ഇതിലൊരു കാര്യം ചെയ്യാനായിട്ട് അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആപ്പിൽ നമുക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CSS ഫയലിൽ H1 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കളറ് ബ്രൗൺ കൊടുത്ത് സേവ് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ് ചേഞ്ച് ആയിരിക്കണം. ഇത് ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആയിരിക്കണം. ഇങ്ങനെ CSS പ്രോപ്പർട്ടീസ് CSS ഫയലുകളിൽ കറസ്പോണ്ടിങ് CSS ഫയലുകളിലുള്ള CSS പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത് പുതിയ CSS ആഡ് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ CSS പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ബിൽഡ് റൺ ചെയ്യാം. പ്രൊഡക്ഷൻ വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡർ ഇത് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നേരെ നെറ്റ്ലിഫൈയുടെ ഹോം പേജിലേക്ക് പോവാം. നെറ്റ്ലിഫൈ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡറാണ്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും നിങ്ങളുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ 1-2 സർവീസസ് ഒരു ഫ്രീ ഓഫറുണ്ട്. ലോഗിൻ ചെയ്യുക അക്കൗണ്ടിലേക്ക്. ഒന്നെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് GitHub അല്ലെങ്കിൽ ഗിറ്റ് ലാബോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനാൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ഒന്നെങ്കിൽ നമുക്ക് ഗിറ്റിൽ നിന്നും ഡയറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് നെറ്റ്ലിഫൈയിലേക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് ഡയറക്റ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡർ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്ഷനുണ്ട്, ആ സെക്ഷനിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോയ് ആയിക്കോളും. നമ്മുടെ എംബർ ആപ്ലിക്കേഷൻ്റെ സോഴ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൽ ഡിസ്റ്റ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡർ ലൊക്കേറ്റ് ചെയ്യുക, അത് കോപ്പി ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. വൺസ് അത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഡൊമൈൻ, ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ഡൊമൈൻ നെയിം നെറ്റ്ലിഫൈ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ ഡൊമൈൻ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വെബ്സൈറ്റ് ഇതാ ലൈവ് ആയിരിക്കുകയാണ്. ഇനി ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റിലാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അവർക്ക് റിവ്യൂ ചെയ്യാം. സയൻറ്റിസ്റ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് ലിസ്റ്റ് ഷോ ചെയ്യുന്നതാണ്. ക്ലിക്കിൽ എങ്ങനെയാണ് നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഡിപ്ലോയ് ആയിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ, ഇതൊരു നെറ്റ്ലിഫൈയുടെ ഒരു പ്രത്യേകതയാണ്, എംബറിൻ്റെ പ്രത്യേകതയല്ല. ഏതൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡർ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. നെറ്റ്ലിഫൈയിൽ നമുക്കത് ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യും. എംബറിനെ കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. ഇനി അടുത്ത വരും വീഡിയോകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം.
നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ ടെക്നോളജിയെക്കുറിച്ചുള്ള ട്രെയിനിങ് വീഡിയോസ് അല്ല, മറിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലോകത്തെ വ്യത്യസ്തങ്ങളായ ടെക്നോളജികളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി കോഡിംഗ്.